Anywhere you go, anywhere you go, you belong. Hey, what's going on with Jamaican? ചക്ക് റസൽ സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് വിച്ച് ബോർഡ്. കാട്ടിൽ നിന്നും നായികയ്ക്ക് ഒരു ബോർഡ് കിട്ടുന്നു. കൗതുകം തോന്നിയ അവൾ അതുമായി പുതുതായി ആരംഭിച്ച അവളുടെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല ആ ബോർഡ് ഒരു വിച്ച് ബോർഡ് ആണെന്ന്. അതായത് ആ ബോർഡ് ഒരു കൊടൂര മന്ത്രവാദിനിയുടെ മന്ത്രവാദ ബോർഡ് ആയിരുന്നു. എന്തായിരിക്കും പിന്നീട് അവൾക്ക് ചുറ്റിലുമുള്ളവർക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആ മന്ത്രബോർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രേതത്തെ ക്ഷണിച്ചു വരുത്താൻ ആയിരിക്കോ എന്നൊക്കെ രഹസ്യങ്ങൾ ചുരുളഴിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതീ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വർഷം 1963 ഒരു കൊടുങ്കാട്ടിൽ മന്ത്രവാദികൾ ഒക്കെ ചേർന്ന് ക്യാമ്പ് ഫയർ പോലെ നടത്തി ഡാൻസ് ഒക്കെ കളിക്കുന്നത് കാണാം. മനുഷ്യൻ്റെ കൈയൊക്കെ വെട്ടി കയറുകൊണ്ട് കെട്ടി തൂക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ഒക്കെ ചൊല്ലുന്നുണ്ട്. അവിടേക്ക് ഗ്രാമത്തിലെ ഒരു തലൈവനെ മന്ത്രവാദികളുടെ തലൈവിയായ നാഗസോത്ത് പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഗ്രാമത്തലവൻ പറയുന്നു, എനിക്ക് ചെറിയൊരു അവസരം കിട്ടിയാൽ മതി, നിന്റെ തല ഞാൻ വെട്ടിയെടുക്കും. അത് കേട്ട മന്ത്രവാദിനി നാഗസോത്ത്, ഓഹോ, നിനക്ക് അത്രയും ധൈര്യമുണ്ടോ? ഇപ്പോൾ എനിക്കല്ലേ അവസരം കിട്ടിയത്, അതുകൊണ്ട് ഞാൻ തന്നെ കാര്യങ്ങൾ ചെയ്യാം. ആദ്യം നിന്റെ കയ്യിൽ നിന്ന് തന്നെ തുടങ്ങാം. അവൻ്റെ കൈ വെട്ട് എന്ന് പറഞ്ഞ് മന്ത്രവാദിനി ആണെങ്കിൽ മന്ത്രശക്തികൾ നിറഞ്ഞ ഒരു വിച്ച് ബോർഡ് ഉണ്ട്. ആ വിച്ച് ബോർഡിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കെ കൈവെട്ടാൻ പോകുമ്പോൾ പെട്ടെന്ന് ആ ഗ്രാമത്തലവനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ പടയാളികൾ വരികയാണ്. അവർ മന്ത്രവാദിനികളെ ഓരോരുത്തരെയായി കൊല്ലാൻ തുടങ്ങി. നാഗസോത്ത് ആണെങ്കിൽ ആ വിച്ച് ബോർഡ് എടുത്ത് തൽക്കാലം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. എന്നാൽ ഗ്രാമത്തലവൻ ആണെങ്കിൽ ഒരു കോടാലി എടുത്തു വന്ന് മന്ത്രവാദിനിയുടെ തലക്ക് ഒരൊറ്റ വെട്ടൽ. വെട്ടേറ്റ നാഗസോത്ത് നിലത്ത് വീണ് അവളുടെ രക്തം വിച്ച് ബോർഡിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. അന്നേരം നോക്കിയാൽ വിച്ച് ബോർഡ് ആണെങ്കിൽ ആ രക്തം കുടിക്കുന്നത് പോലെ കാണാം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ പ്രസൻറ്റിൽ പല വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ട ആ വിച്ച് ബോർഡ് ഉണ്ടല്ലോ, അതിപ്പോൾ ഒരു മ്യൂസിയത്തിലാണ് ഉള്ളത്. ആ വിച്ച് ബോർഡ് മോഷ്ടിക്കാൻ വേണ്ടി 2 കള്ളന്മാർ വന്നിട്ടുണ്ട്. അവർ കണ്ണാടി ഉടച്ച് വിച്ച് ബോർഡ് എടുത്തതും അലാം ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതിൽ ഒരു കള്ളൻ, വാടാ നമുക്ക് പെട്ടെന്ന് പോകാം എന്ന് പറയുമ്പോൾ, ആയിട്ടില്ലടാ, അപ്പുറത്ത് സ്വർണ്ണക്കപ്പലുണ്ട്, അതുകൂടി എടുക്കണം, എന്നിട്ട് നമുക്ക് കുറേ പൈസ ഉണ്ടാക്കി ജീവിക്കാം. അത് കേട്ട്, എടാ നമ്മൾ ഇവിടെ വന്നത് ഈ ബോർഡ് എടുക്കാൻ വേണ്ടി മാത്രമാണ്, അനാവശ്യമായി വേറെ എന്തൊക്കെയോ എടുത്ത് സമയം കളയുന്നത് വേണ്ട. എന്നാൽ രണ്ടാമത്തെ കള്ളൻ ആണെങ്കിൽ ദേഷ്യം വന്ന്, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചുറ്റിക എടുത്ത് ഒന്നാമത്തെ കള്ളൻ്റെ തലമണ്ടയ്ക്ക് ഒരൊറ്റ അടി. അവൻ വെറുതെ നിന്നില്ല, തോക്കെടുത്ത് ഒരൊറ്റ പൊട്ടിക്കൽ. അന്നേരം രണ്ടാമത്തെ കള്ളൻ ചുറ്റിക എടുത്ത് വീണ്ടും അവനെ അടിച്ച് വിച്ച് ബോർഡും പിന്നെ സ്വർണ്ണക്കപ്പലും എടുത്തിട്ട് അവിടുന്ന് വെടിയേറ്റതിനാൽ മുഴന്തി നടന്നു പോകാൻ തുടങ്ങി. ശബ്ദം കേട്ടതിനാൽ സെക്യൂരിറ്റി ഒക്കെ വരുന്നുണ്ട്. അവരെയൊക്കെ തോക്ക് ഉപയോഗിച്ച് നേരിട്ട് ശ്രദ്ധിച്ച് അവിടെ നിന്ന് എസ്കേപ്പായി കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. ഇതേ നേരം കാട്ടിൽ ഒരു വശത്ത് നായിക എമിലിയും നായകൻ ക്രിസ്റ്റിയെയും കാണാം. പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. കാട്ടിൽ വന്ന് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇവർ പുതുതായി ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കൂൺ മഷ്റൂം അന്വേഷിച്ച് വന്നതാണ്. കാട്ടിൽ നിന്ന് മഷ്റൂം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാട്ടിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഏയ് ക്രിസ്റ്റി, എന്താ ആ ശബ്ദം എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിൽക്കുകയാണ്. എന്നാൽ എമിക്ക് ആണെങ്കിൽ വീണ്ടും ആ ശബ്ദം കേട്ട് എവിടുന്ന് ആ ശബ്ദം കേൾക്കുന്നേ എന്ന് ആ ശബ്ദത്തെ ഫോളോ ചെയ്തു പോകാൻ തുടങ്ങി. നോക്കിയാൽ പല വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ട ആ മന്ത്രവാദിനി നാഗസോത്ത് അവൾ അവിടെ നിൽക്കുന്നതായി കാണുകയാണ്. അവൾ തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും അവിടെ നോക്കുമ്പോൾ ആ മന്ത്രവാദിനിയെ കാണാനില്ല. എന്നാൽ അവിടെ താഴെ ചുവന്ന കളറിലുള്ള മഷ്റൂം കാണുകയാണ്. അത് നോക്കി നിൽക്കെ പെട്ടെന്നൊരു പൂച്ച കുറുകെ ചാടിയതും അത് കണ്ട് എമിലി ഭയന്ന് നിൽക്കുകയാണ്. പൂച്ച ചാടി നിൽക്കുന്നിടത്ത് ഒരു ബാഗും കാണാം. എന്താ ആ കവറിൽ എന്ന് പോയി തുറന്നു നോക്കുമ്പോൾ അത് മ്യൂസിയത്തിൽ നിന്ന് കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ വിച്ച് ബോർഡ് ആയിരുന്നു. അതെടുത്ത് ക്രിസ്റ്റിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എടാ, ഇതൊരു പുരാതന വസ്തു പോലെ ഉണ്ടല്ലോ, ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ? അങ്ങനെ 2 പേരും തീരുമാനിച്ച് ആ വിച്ച് ബോർഡ് എടുത്ത് അവർ പോവുകയാണ്. അവർ പോയപ്പോൾ ഇപ്പോൾ നമുക്ക് അവിടെ ആ വിച്ച് ബോർഡ്
മോഷ്ടിച്ചു കൊണ്ടുവന്ന കള്ളൻ ഒരു വശത്ത് കൊടൂരമായി കൊല്ലപ്പെട്ടു കിടക്കുന്നത് കാണാം. അതേപോലെ മറ്റേ കള്ളന് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ആ 2 കള്ളന്മാരെയും വിച്ച് ബോർഡ് മോഷ്ടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടത് മറ്റൊരാളാണ്, അലക്സാണ്ടർ. അലക്സാണ്ടറിൻ്റെ മുൻപിലിരുന്ന് കള്ളൻ, ബോസേ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ വിച്ച് ബോർഡ് മോഷ്ടിക്കുന്നതിനിടയിൽ അവിടെയുള്ള സ്വർണ്ണക്കപ്പൽ മോഷ്ടിച്ച് എന്നെ അടിച്ചിട്ട് ഓടിപ്പോയി എന്നൊക്കെ അലക്സാണ്ടറിനോട് പറയുകയാണ്. അന്നേരം അവിടേക്ക് കാണാൻ ഒരേപോലുള്ള 3 വെളുത്ത മന്ത്രവാദിനികൾ വരികയാണ്. എന്നിട്ട് ഒരു പാത്രം അവിടെ വെക്കുമ്പോൾ ആ കള്ളൻ, അയ്വ എന്താ ബിരിയാണിയാണോ, എനിക്കിപ്പോൾ വിശക്കുന്നില്ല എന്ന് പറയുമ്പോൾ, എടാ നീ ആ വിച്ച് ബോർഡ് എവിടെയാ ഉള്ളതെന്ന് ഇനി അന്വേഷിക്കാൻ പോകണ്ട, അത് എവിടെയാ ഉള്ളതെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു മാപ്പ് എടുത്ത് ഒരു മാന്ത്രിക ചെയിൻ എടുത്ത് ആ മാപ്പിന്റെ മുകളിൽ കാണിക്കുമ്പോൾ വിച്ച് ബോർഡ് ഉള്ള സ്ഥലം എവിടെയാണെന്ന് കാണിക്കുകയാണ്. അതേ നേരം ആ കള്ളനെ മന്ത്രവാദികൾ അവൻ്റെ കഴുത്ത് അറുത്ത് കഴുത്തിൽ നിന്ന് വീഴുന്ന രക്തം പാത്രത്തിലായി എടുക്കുകയാണ്. സീൻ അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ അന്ന് രാത്രി ക്രിസ്റ്റിയും എമിലിയും അവരുടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഗ്രാൻഡ് ഓപ്പണിംഗ് ആയതിനാൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നു. അന്നേരമാണ് ക്രിസ്റ്റിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് അവിടെ വന്നിട്ടുള്ള കാര്യം കാണുന്നത്. ഇതാരാ, ഇവളെ ആരാ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്ന് വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ടുകാരൻ, എടാ ഞാനാ ഇവളെ ക്ഷണിച്ചത് എന്ന് പറയുകയാണ്. എടാ ബഗഡ, ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ നമ്മൾ ഫ്രണ്ട്സ് അല്ലല്ലോ, ഒരു ഫാമിലി പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുകയാണ്. എന്തായാലും ഗ്രാൻഡ് ഓപ്പണിംഗ് അല്ലേ, പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. അതിനാൽ ക്രിസ്റ്റിയും എമിലിയും എക്സിനെ വെൽക്കം ചെയ്യുകയാണ്. എടാ നിനക്കും ഇവൾക്കും എൻഗേജ്മെന്റ് ആയി എന്ന് കേട്ടു, നിങ്ങളുടെ റിങ് ഒന്ന് കാണിച്ചേ എന്ന് പറയുമ്പോൾ എമിലി കയ്യിലുള്ള മോതിരം കാണിക്കുകയാണ്. എന്നാൽ അത് എൻഗേജ്മെന്റ് മോതിരമല്ല, ആ മോതിരം ഞാൻ എവിടെയോ കളഞ്ഞുപോയി, അതിൻ്റെ പകരമായ ഈ മോതിരം വെച്ചത് എവിടെയാ കളഞ്ഞത് എന്ന് അറിയില്ല എന്ന് പറയുകയാണ്. എക്സ് ഗേൾ ഫ്രണ്ട് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പഴയ പുരാതന വസ്തുക്കളെയൊക്കെ റിസർച്ച് നടത്തുന്നവളാണ്. അതിനാൽ എമിലി ആ എക്സ് ഗേൾ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവന്ന് കാട്ടിൽ നിന്ന് കിട്ടിയ ആ വിച്ച് ബോർഡ് അതിനെ കാണിക്കുകയാണ്. ഇത് എനിക്ക് കാട്ടിൽ നിന്നാ കിട്ടിയത്, പക്ഷേ ഇത് എന്താണെന്ന് നമുക്കറിയില്ല, നിനക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ബോർഡ് തുറച്ചു നോക്കിയ എക്സ് ഭയങ്കരമായി ആശ്ചര്യപ്പെടുകയാണ്. എടി ഇത് സാധാരണ ഒരു ബോർഡല്ല, ഇതിനൊരു 10-200 വർഷം പഴക്കമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് ആ ബോർഡിനെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഈ ബോർഡിനെ കുറിച്ച് കൂടുതൽ ഒന്നും അറിയില്ല. എന്നാൽ ഈ ബോർഡിൻ്റെ മുകളിലായി ഒരു ചെയിൻ കറക്കി മനസ്സിലുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം ആ ബോർഡിനോട് ചോദിച്ചാൽ ബോർഡ് മറുപടി പറയാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ, ഓ നമ്മുടെ ഓജോ ബോർഡ് ഇല്ലേ അതുപോലെയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാ, എന്നാൽ മുകളിലൂടെ കറക്കാൻ ഒരു ചെയിൻ വേണമല്ലോ, എൻ്റെ കഴുത്തിൽ ഒരു ചെയിനുണ്ട്, ഈ ചെയിൻ വെച്ച് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് എമിലി ആ ചെയിൻ ബോർഡിന് മേലെ പിടിച്ച് ഞാനും ക്രിസ്റ്റിയും തുടങ്ങിയ ഈ റെസ്റ്റോറൻറ്റ് നല്ല ലാഭകരമായി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആ ചെയിൻ അനങ്ങാതെ തന്നെ നിൽക്കുകയാണ്. ഒരു മറുപടിയും വന്നില്ല. അന്നേരം എക്സ് ഇത് നടക്കുന്നില്ല, വേറെ എന്തെങ്കിലും ചോദിക്ക് എന്ന് പറയുമ്പോൾ എമിലി ചോദിക്കുന്നു, ഞാനും ക്രിസ്റ്റിയും തമ്മിൽ കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചതും അവിടെയുള്ള ക്യാൻഡിലൊക്കെ വ്യത്യസ്തമായി കത്താൻ തുടങ്ങി. പെട്ടെന്നൊരു കാക്ക അതുവഴി വന്ന് ആ ക്യാൻഡിലിൽ ടച്ച് ചെയ്ത് അതിന് തീ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അന്നേരം ഒരുത്തനോട്, എടാ ഡോർ തുറക്ക്, കാക്ക പുറത്തു പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് പറയുകയും അവൻ ഡോർ തുറന്നപ്പോൾ കാക്ക പുറത്തോട്ട് പറന്നു പോവുകയും ചെയ്തു. അതൊക്കെ കണ്ട ക്രിസ്റ്റിയാണെങ്കിൽ ഈ ബോർഡ് ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു, ഇത് കാരണമായിരിക്കോ ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് പറയുമ്പോൾ എക്സ് ആണെങ്കിൽ ഈ ബോർഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ, ഇത് സാധാരണ ഒരു ബോർഡല്ല, ഇതിനോട് എന്ത് ചോദിച്ചാലും അതിനുള്ള മറുപടി വളരെ കൊടൂരമായിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞതോടെ റെസ്റ്റോറൻറ്റിൽ കച്ചവടം ആരംഭിച്ചു. രാവിലെ ക്രിസ്റ്റിയും ഫ്രണ്ടുകാരനും ഫുഡൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ മറ്റൊരു വശത്ത് എമിലി ആണെങ്കിൽ വിച്ച് ബോർഡിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. വീണ്ടും അതൊന്ന് കളിച്ചാലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ TV-യിൽ ഒരു ന്യൂസ്, ഒരു ബോർഡ് മ്യൂസിയത്തിൽ നിന്ന് കാണാതായി പോയിട്ടുണ്ട്, ആ ബോർഡ് കാരണം 2 പേർ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ ന്യൂസ് പോകുന്നുണ്ട്. അത് കേട്ട് എമിലി കാര്യമാക്കിയെടുക്കാതെ പെട്ടെന്ന് TV ഓഫ് ചെയ്തിട്ട് ഇതെന്ത് ബോർഡാ, എങ്ങനെയാ ഇത് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് അതിനെ തന്നെ അതിൻ്റെ നടുവിലായി കണ്ണുപോലുള്ള രൂപത്തിൽ തുടക്കത്തിൽ മന്ത്രവാദിനി നാഗസോത്ത് ഒരു ചെയിൻ കാട്ടിയിരുന്നില്ലേ, അതേ ചെയിൻ ആ കണ്ണിലാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ആ ചെയിനിൻ്റെ തുമ്പത്ത് കെട്ടിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കൈവിരലാണ്. ആ ചെയിൻ ബോർഡിൻ്റെ
മേലെ പിടിച്ചതും ചെയിൻ കറങ്ങാൻ തുടങ്ങി. അന്നേരം കിച്ചണിൽ ഫ്രണ്ടുകാരൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പുറത്ത് എന്തോ പൂച്ച കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ജനാല വഴി എത്തി നോക്കുമ്പോൾ താഴെ ഒന്നല്ല ഒരുപാട് പൂച്ചകളെ കാണുകയാണ്. ഈ പൂച്ചകളൊക്കെ എങ്ങനെ ഇവിടെ എത്തി എന്ന് പൂച്ചയെ ഓടിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു പൂച്ച വന്ന് അവനെ ഭയപ്പെടുത്തുകയാണ്. ഉടനെ ഡോറടിച്ച് അവൻ തിരിച്ചു വന്ന് കിച്ചണിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എമിലി വിച്ച് ബോർഡിനോട് വേറൊരു കാര്യം ചോദിക്കുകയാണ്. അവളുടെ എൻഗേജ്മെന്റ് റിങ് കാണാതായിട്ടുണ്ടല്ലോ, ആ എൻഗേജ്മെന്റ് റിങ് ഇപ്പോൾ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ ചെയിൻ ഈസ്റ്റ് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അതിനാൽ ബോർഡ് എടുത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. അന്നേരം കിച്ചണിൽ ഒരു പാത്രത്തിൽ തുടക്കത്തിൽ കണ്ട ആ മന്ത്രവാദിനിയുടെ നാഗസോത്തിന്റെ രൂപം കാണാം. അതേപോലെ എണ്ണ തിളക്കാൻ വെച്ചതിൽ തീ പിടിക്കുകയും അതിന് ഫ്രണ്ടുകാരൻ മൂടി വെച്ച് ആ തീ അണയ്ക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെ സ്ലിപ്പായി താഴെ വീഴുകയാണ്. അതേപോലെ നേരത്തെ പുറത്ത് കണ്ട ആ പൂച്ച അത് ഡോർ തുറന്ന് അകത്തേക്ക് വരികയാണ്. അതേപോലെ എമിലി ആ ബോർഡ് പിടിച്ച് അതിൽ വഴി കാട്ടുന്ന ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ ആ ചെയിൻ ഇപ്പോൾ ആ ബോർഡിലുള്ള കൈപ്പത്തി കാണിക്കുകയാണ്. കൈപ്പത്തിയുള്ള ഭാഗത്തേക്ക് ചെയിൻ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം കിച്ചണിൽ ഇറച്ചി മുറിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് തനിയെ ഓണായി കറങ്ങാൻ തുടങ്ങി. ഇതെങ്ങനെ തനിയെ ഓണായത് എന്ന് പറഞ്ഞ് ഓഫ് ചെയ്യാൻ ഫ്രണ്ടുകാരൻ പോകുമ്പോൾ നേരത്തെ തിളച്ച എണ്ണ മറിഞ്ഞതിൽ അവൻ ചവിട്ടി സ്ലിപ്പായി താഴെ വീഴുന്നതിനിടയിൽ അവൻ്റെ കൈ ആ ഇറച്ചി വെട്ടുന്ന മെഷീനിൽ കൊണ്ട് അവൻ്റെ കൈപ്പത്തി കഷ്ണങ്ങളായി വീഴുകയാണ്. കൈപ്പത്തിയുടെ സിമ്പൽ അല്ലേ നേരത്തെ ബോർഡിൽ കണ്ടത്, അതേപോലെ അവൻ്റെ കൈപ്പത്തിയും നഷ്ടമായി. അവൻ്റെ കയ്യിൽ നിന്നും രക്തം ഒഴുകുന്നത് കണ്ട് എല്ലാവരും പിടിച്ചു നിൽക്കുമ്പോൾ എടാ എൻ്റെ കൈപ്പത്തി എവിടെയോ പോയി, പെട്ടെന്ന് കണ്ടുപിടിക്ക്, ഹോസ്പിറ്റലിൽ പോയാൽ കൈപ്പത്തി വീണ്ടും തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കണ്ടുപിടിക്ക് എന്നൊക്കെ പറഞ്ഞ് അവൻ അലറി കരയുകയാണ്. അന്നേരം ക്രിസ്റ്റി ടേബിളിൻ്റെ അടിയിൽ നോക്കുമ്പോൾ അവിടെ ആ കൈ കാണുകയാണ്. എന്നാൽ പെട്ടെന്ന് ആ പൂച്ച വന്ന് കൈ കടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അത് കണ്ട ക്രിസ്റ്റി കയ്യിൽ കത്തിയും എടുത്ത് പൂച്ചയുടെ പുറകെ പോയി നോക്കുമ്പോൾ പൂച്ചയാണെങ്കിൽ വേസ്റ്റ് കളയുന്ന ഭാഗത്ത് പോകുന്നത് കാണുകയും അന്നേരം നേരെ മുകളിൽ നോക്കിയാൽ എമിലി നിന്നിട്ട് എടാ നമ്മുടെ എൻഗേജ്മെൻ്റ് റിങ് എനിക്ക് തിരിച്ചു കിട്ടി എന്നൊക്കെ സന്തോഷിച്ച് പറയുമ്പോൾ ക്രിസ്റ്റിയുടെ കൈ കണ്ട് എന്താണ് നിൻ്റെ കയ്യിൽ രക്തമൊക്കെ എന്ത് ചെയ്യുകയാ എന്ന് ചോദിക്കുമ്പോൾ എടീ നീ അകത്തേക്ക് പോ, കിച്ചണിൻ്റെ ഭാഗത്തേക്ക് മാത്രം ഇപ്പോൾ വരല്ലേ എന്നൊക്കെ അവൻ പറയുമ്പോൾ പെട്ടെന്ന് കിച്ചണിൽ നിന്നും എടാ പെട്ടെന്ന് വാടാ എന്ന് പറഞ്ഞ് ക്രിസ്റ്റിയെ വിളിക്കുകയും ക്രിസ്റ്റി പെട്ടെന്ന് ഓടി കിച്ചണിലേക്ക് പോയി നോക്കുമ്പോൾ ഇപ്പോൾ കൈയും കടിച്ചു കൊണ്ടുപോയ ആ പൂച്ച ഉണ്ടല്ലോ, അത് കൈപ്പത്തി കടിച്ച് തിന്നുന്നത് കാണാം. ഈ പൂച്ച നാഗസോത്തിൻ്റെ പൂച്ചയാണ്. അതേപോലെ ഫ്രണ്ടുകാരൻ രക്തം ഒഴുകി ഒഴുകി അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ മരിച്ചു പോയ ഫ്രണ്ടുകാരന് മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തുകയാണ്. ക്രിസ്റ്റിക്ക് ഒരു എക്സ് ഗേൾ ഫ്രണ്ട് ഉള്ളതുപോലെ എമിലിക്കും ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പോൾ എമിലി എക്സ് ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് കണ്ട് ക്രിസ്റ്റിക്ക് ദേഷ്യം വരികയും കലിപ്പിലായ ക്രിസ്റ്റി എടാ നീ എന്തിനാ ഇവളോട് സംസാരിക്കുന്നത്, ഇവൾ നീ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി നീ ഇവളോട് സംസാരിക്കാൻ നിന്നാലുണ്ടല്ലോ ഞാൻ നിന്നോട് സംസാരിക്കാൻ വരില്ല, പകരം എൻ്റെ കൈ ആയിരിക്കും നിന്നോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങി. ആ വഴക്കിന് ശേഷം അവിടെയുള്ള മരണാനന്തര ചടങ്ങ് ഒക്കെ കഴിഞ്ഞ് എമിലിയും ക്രിസ്റ്റിയും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അതിനുശേഷം റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ഒരു സംഭവം നടന്നതിനാൽ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇനി എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എമിലിയുടെ കയ്യിൽ ഒരു പൂച്ചയെ കാണുകയാണ്. അത് നേരത്തെ കൈപ്പത്തി തിന്ന ആ നാഗസോത്തിൻ്റെ പൂച്ചയാണ്. ഇത് എവിടുന്നാ ഈ പൂച്ച എന്ന് ചോദിക്കുമ്പോൾ എടാ ഈ പൂച്ച 2 ദിവസമായിട്ട് നമ്മുടെ ബാൽക്കണിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു, കാണാൻ നല്ല ഭംഗിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ വീട്ടിനകത്തേക്ക് കയറ്റിയത്. ആ പൂച്ചയെ കാണുമ്പോൾ ക്രിസ്റ്റിക്ക് അത് വേണ്ട എന്ന് തോന്നിയെങ്കിലും എമിലി ആഗ്രഹിച്ചതുകൊണ്ട് ശരി വളർത്താം എന്ന് തീരുമാനിക്കുകയാണ്. അതേപോലെ ഇപ്പോഴാണ് അവൾ എൻഗേജ്മെൻ്റ് റിങ് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ കാര്യം ക്രിസ്റ്റിക്ക് ഓർമ്മ വരുന്നത്. ഇതെങ്ങനെയാണ് നിനക്ക് കിട്ടിയേ, നമ്മൾ വീട് മൊത്തം അരിച്ചു പെറുക്കിയിട്ടൊന്നും കിട്ടിയില്ലല്ലോ, പിന്നെ ഇപ്പോൾ എങ്ങനെയാ കിട്ടിയേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ നമുക്ക് കാട്ടിൽ നിന്ന് കിട്ടിയ ആ ബോർഡ് ഉണ്ടല്ലോ, വിച്ച് ബോർഡ്, അതിലൂടെയാണ് ഇതിനെ ഞാൻ കണ്ടെത്തിയത്. ആ ബോർഡ് കാണിച്ച ഡയറക്ഷൻ വെച്ചിട്ടാണ് ഞാൻ പോയി കണ്ടെത്തിയത്. ശരി എന്തായാലും കിട്ടിയല്ലോ. പിന്നെ ഒരു കാര്യം, ആ ബോർഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാതെ ഇനി അതൊന്നും ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ക്രിസ്റ്റി ആ ബോർഡിനെ കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ആ ബോർഡ് വെച്ച് ഒരു മന്ത്രവാദിനെ റിച്വൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിച്വൽ ചെയ്തതിനാൽ ആ മന്ത്രവാദിന് മരണപ്പെടുകയായിരുന്നു. സോ അങ്ങനെ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട്
അടുത്തതായി മറ്റൊരു ആർട്ടിക്കിൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ റീസെൻ്റായി മ്യൂസിയത്തിൽ നിന്നും ഒരു ബോർഡ് കാണാതായിട്ടുണ്ട്. ആ ബോർഡ് കാണാതായതിനു ശേഷം 2 പേർ മരിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ ന്യൂസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ക്രിസ്റ്റിക്ക് ആകെ ഭയം തോന്നാൻ തുടങ്ങി. ഇപ്പോൾ നോക്കിയാൽ ആ ബോർഡിൻ്റെ മേലെയുള്ള കീ ചെയിൻ തനിയെ ആടാൻ തുടങ്ങി. അതുമാത്രമല്ല എമിലിയുടെ മനസ്സിലേക്ക് ഇല്യൂഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. അതിൽ ആ ബോർഡ് മോഷ്ടിച്ചു പോയ കള്ളൻ ഉണ്ടല്ലോ, കാട്ടിൽ മരണപ്പെട്ട അവൻ്റെ വയറ്റിൽ നിന്നും ഒരു പൂച്ച പുറത്തിറങ്ങുന്നതായി ഒക്കെ അവൾക്ക് സ്വപ്നം കാണുകയാണ്. അതൊക്കെ കണ്ട് ആകെ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ അവിടെ ലൈറ്റ് മിന്നി മറയുന്നത് കണ്ട് അത് ഓഫ് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. കട്ടിലിൽ നിന്നും ഒരുപാട് കൈകൾ തുളച്ചു കയറി വന്ന് അവളുടെ ശരീരത്തിലേക്ക് പിടിച്ച് അമർത്തി. പ്രസന്റിലുള്ള അവൾ ഒരുപാട് കാലം പിറകോട്ട് 1963 കാലഘട്ടത്തിൽ കാട്ടിൽ മന്ത്രവാദികൾ ചേർന്ന് മന്ത്രവാദം ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നില്ലേ, ആ കാലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയുള്ള പൂജാ കാര്യങ്ങളും മരത്തിൽ കൈയൊക്കെ തൂങ്ങിക്കിടക്കുന്നതൊക്കെ കണ്ട് ആകെ ഭയന്ന് നിൽക്കുമ്പോൾ മുന്നിലൂടെ ആ മന്ത്രവാദിനി നാഗസ്വത്ത് കൊടൂരമായി അലറി അവളെ പിടിക്കാനായി മുന്നിലേക്ക് വരുമ്പോൾ അവൾ ഞെട്ടി ഉണരുകയാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിച്ച് ബോർഡ് അവൾ തനിയെ യൂസ് ചെയ്യുകയായിരുന്നു. അവളുടെ കയ്യിലാണ് ആ ചെയിൻ ഉള്ളത്. ആകെ ഭയന്ന് അത് വലിച്ചെറിയുമ്പോൾ ശബ്ദം കേട്ട് ക്രിസ്റ്റി അവിടേക്ക് വന്ന് എന്തു പറ്റിയടി, നീ എന്തിനാ ഒച്ച ഉണ്ടാക്കുന്നത്, വീണ്ടും നീ ബോർഡ് യൂസ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ ആ ബോർഡിൻ്റെ ചെയിൻ എൻ്റെ കയ്യിലുണ്ട്, അതെങ്ങനെയാ എൻ്റെ കയ്യിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പേടിച്ച് പറയുമ്പോൾ എടി ആ വിച്ച് ബോർഡിനെ കുറിച്ച് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി, അത് ഉപയോഗിച്ചവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവസാനം മ്യൂസിയത്തിലാണ് ഈ ബോർഡ് ഉണ്ടായത്. 2 പേർ ചേർന്ന് അതിനെ മോഷ്ടിക്കുകയായിരുന്നു, അവരും മരിച്ചുപോയി. ഈ കാര്യങ്ങളൊക്കെ നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് ന്യൂസിൽ കണ്ടിരുന്നു, എനിക്ക് മുൻപേ അറിയാമായിരുന്നു എന്നവൾ പറയുമ്പോൾ എന്ത് അറിഞ്ഞിട്ടും നീ എന്താ ഈ കാര്യം എന്നോട് പറയാതെ ആ ബോർഡ് യൂസ് ചെയ്തത്? ഇനി നമ്മൾ കൂടുതൽ സമയം കളയുന്നത് വേണ്ട, എത്രയും പെട്ടെന്ന് ഈ ബോർഡ് കൊണ്ടുപോയി നമ്മൾ പോലീസിൽ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞെങ്കിലും എമിലിയാണെങ്കിൽ വേണ്ട, അത് വേണ്ട, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇതിലൊരു പ്രശ്നവും വരില്ല. അതേപോലെ ഈ ബോർഡുമായി പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടും, ഞാൻ ലവ് ഫെയിലിയർ ഡിപ്രഷൻ കാരണം ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നില്ലേ, പോലീസ് ഫയലിൽ എൻ്റെ പേരുണ്ട്, ഞാൻ പിടിക്കപ്പെടും എന്നൊക്കെ അവൾ പറഞ്ഞ് വിഷമിക്കുമ്പോൾ ശരി ഈ കാര്യം നമ്മൾ പിന്നെ ചർച്ച ചെയ്യാം, നീ ഇപ്പോൾ സമാധാനമായി കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് അവളെ കിടത്തി ഉറക്കിയ ശേഷം ആ വിച്ച് ബോർഡ് എടുത്ത് പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ക്രിസ്റ്റി അവൻ്റെ എക്സിനെ മീറ്റ് ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ബോർഡ് എപ്പോഴാണോ നമ്മുടെ വീട്ടിലേക്ക് വന്നതോ അന്ന് മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. റെസ്റ്റോറൻറ്റിൽ തീ പിടിച്ചു, ഫ്രണ്ടുകാരൻ മരിച്ചുപോയി. ഇപ്പോൾ രാത്രിയും പകലും ഭ്രാന്ത് പിടിച്ചവളെ പോലെ എമിലി ആ വിച്ച് ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുക. ആ ബോർഡ് ശരിക്കും എന്തിനാണ് അതിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതൊക്കെ പറയാനാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത് എന്ന് പറയുമ്പോൾ എടാ എനിക്കതിന് ആ ബോർഡിനെ കുറിച്ച് കൂടുതൽ ഒന്നും അറിയില്ല, എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നമുക്ക് അവൻ്റെ അടുത്ത് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ എമിലി കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തു വരാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഡോർ തനിയെ അടയുകയാണ്. കണ്ണാടി വഴി ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന പോലെ കാണുകയാണ്. ക്രിസ്റ്റി എന്ന് വിളിച്ചെങ്കിലും ക്രിസ്റ്റി ആണെങ്കിൽ എക്സിൻ്റെ കൂടെ സംസാരിക്കുകയാണല്ലോ. എമിലി എത്ര വിളിച്ചാലും കാര്യമുണ്ടായില്ല. പെട്ടെന്ന് ആ രൂപം മുന്നിലേക്ക് വന്ന് വിൻഡോയിൽ ഒരൊറ്റ ഇടി. ആകെ ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഷവറിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. അതും തിളച്ച വെള്ളമാണ് വീഴുന്നത്. ശരീരത്തിലേക്ക് കൊണ്ട് ശരീരം ആകെ പൊള്ളി അവൾ വേദനിച്ച് നിൽക്കുമ്പോൾ വെള്ളം അവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കൈ വന്ന് അവളുടെ കാലിൽ പിടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചുകൊണ്ട് ഒരൊറ്റ പോക്ക്. പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു ലേഡി അവളുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ആ ലേഡി അവളോട് സംസാരിക്കുന്നതായും കാണുകയാണ്. സീൻ അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക്. അതിൽ നാഗസ്വത്ത് ഇരുന്നിട്ടുണ്ട്. നാഗസ്വത്ത് ആദ്യം ഒരു ദുഷ്ടമന്ത്രവാദിനി ആയിരുന്നില്ല, നല്ലൊരു വ്യക്തിയായിരുന്നു. കാട്ടിലുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് ഗ്രാമത്തിൽ അസുഖം കാരണം കഷ്ടപ്പെടുന്നവർക്ക് ഫ്രീ ആയിട്ട് അവൾ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. അതേപോലെ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് ഒരു അമ്മ വന്നിട്ട് സുഖമില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അവിടേക്ക് ആ ഗ്രാമത്തലവൻ തുടക്കത്തിൽ കണ്ടിരുന്നില്ലേ, അയാൾ കുതിര പുറത്ത് കയറി വരുന്നത് കാണാം. വന്നിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത്, മനുഷ്യരുടെ അസ്ഥികൾ ഒക്കെ എന്തിനാ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതുപയോഗിച്ച് മനുഷ്യരുടെ അസുഖങ്ങളൊക്കെ മാറ്റാൻ പറ്റും എന്ന് നാഗസ്വത്ത് പറഞ്ഞെങ്കിലും ഇല്ല, നീ ഒരു മന്ത്രവാദിനിയാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ അടിക്കാൻ തുടങ്ങി.
അടിച്ച് അവളുടെ വസ്ത്രമൊക്കെ കീറി ജനങ്ങളുടെ മധ്യത്തിലിട്ട് ഇവൾ ഒരു മന്ത്രവാദിനിയാണ്, ഇവൾ സാത്താനു വേണ്ടി ജോലി ചെയ്യുന്നവളാണ്, ഇവളെ ഈ ഗ്രാമത്തിൽ നിർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും കല്ലെറിഞ്ഞ് അവളെ ഓടിക്കാൻ പറയുകയാണ്. തലവൻ ഒരു വിവരം ഇല്ലാത്തവൻ ആണെങ്കിലും അവിടെയുള്ള ജനങ്ങളും അതേപോലെ വിവരമില്ലാത്തവരാണ്. ഇതുവരെ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ രോഗങ്ങളെ മാറ്റിയത് നാഗസോത്ത് ആയിരുന്നു. എന്നാൽ അതുപോലും നോക്കാതെ ആ ഒരു മനസാക്ഷി പോലുമില്ലാതെ ജനങ്ങൾ അവളെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ നോക്കുകയാണ്. വേദന സഹിക്കാൻ പറ്റാതെ അവൾ ഓടി കാട്ടിലേക്ക് പോവുകയാണ്. പോകുന്നതിനിടയിൽ തലവനെ നോക്കി, നല്ലത് ചെയ്ത എന്നെ നീ മന്ത്രവാദി എന്ന് വിളിച്ചു അല്ലേ? ഞാൻ ഇതുവരെയായിട്ടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ദ്രോഹിച്ച നിങ്ങളെയൊന്നും ഇനി ഞാൻ വെറുതെ വിടില്ല. ഞാൻ ഇനി അങ്ങോട്ട് മന്ത്രവാദിയായി മാറാൻ പോവുകയാ. മന്ത്രവാദിയായി ആദ്യം വെട്ടാൻ പോകുന്നത് നിന്റെ കൈയായിരിക്കും എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ നേരത്തെ വെള്ളത്തിൽ വീണ എമിലി ഇപ്പോൾ ബാത്റൂമിൽ തന്നെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈയിൽ നേരത്തെ ചൂടുവെള്ളം ഷവറിൽ നിന്ന് വീണ് കൈ പൊള്ളിപ്പോയിരുന്നില്ലേ? എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ പൊള്ളിയ പാടുകൾ ഒന്നും കാണാനില്ല. ഇപ്പോൾ നടന്നതൊക്കെ ഒരു സ്വപ്നമാണോ എന്നുവരെ അവൾ ചിന്തിക്കുകയാണ്. ഇതേ നേരം എക്സ് ആണെങ്കിൽ ക്രിസ്റ്റിയെ കൂട്ടിക്കൊണ്ട് അവൾ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അവിടേക്ക് പോവുകയാണ്. ആ ഫ്രണ്ട് മറ്റാരുമല്ല, അലക്സാണ്ടർ ആണ്. ഇവൻ കുറേ വർഷങ്ങളായി വിച്ച് ബോർഡ് അന്വേഷിക്കുന്ന ആളാണ്. ഇവരെ കണ്ടപ്പോൾ കൂടുതൽ സന്തോഷപ്പെട്ട് അവർ വെൽക്കം ചെയ്യുകയാണ്. അന്നേരം അവിടേക്ക് അവൻ്റെ കൂടെയുള്ള ആ 3 മന്ത്രവാദിനികൾ വന്ന് ക്രിസ്റ്റിയുടെ തലയിൽ എന്തോ കിരീടം പോലെ വെച്ചിട്ട് പോവുകയാണ്. ഏതാ ഈ അപരാധങ്ങൾ എന്ന് അവൻ ചോദിക്കുമ്പോൾ, എടാ ഇത് വൈറ്റ് വിച്ചാണ്, കുറച്ച് റെസ്പെക്റ്റോടെ സംസാരിക്കുക എന്ന് പറയുകയാണ്. നിങ്ങളെ കാണുമ്പോൾ കപ്പിൾസ് പോലെ ഉണ്ടല്ലോ, ശരിക്കും നിങ്ങൾ കപ്പിൾസ് ആണോ എന്ന് അലക്സാണ്ടർ ചോദിക്കുമ്പോൾ, ഇല്ലപ്പാ, നമ്മൾ 2 പേരും ഫ്രണ്ട്സാ. എന്ത് ഫ്രണ്ട്സോ? നീ എന്താ തമാശ പറയുകയാണോ എന്ന് പറഞ്ഞ് ക്രിസ്റ്റിയുടെ ഷോൾഡറിൽ കൈവച്ചപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ക്രിസ്റ്റിയും എക്സും പണ്ട് ഡിങ്കോൾഫി കളിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരികയാണ്. അന്നേരം അലക്സാണ്ടർ അത് അവനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ക്രിസ്റ്റി മനസ്സിലാക്കുന്നു തൻ്റെ മുമ്പിലുള്ളത് സാധാരണ ഒരാളല്ല എന്ന്. അന്നേരം എക്സ് എന്തു പറ്റിയടാ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അലക്സാണ്ടറിൻ്റെ കൂടെ പോവുകയാണ്. എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്കാണ് പ്രശ്നം എന്ന് ക്രിസ്റ്റി പറയുകയാണ്. ആ ബോർഡ് എപ്പോഴാണോ കിട്ടിയത് അപ്പം മുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഇതേ നേരം എമിലി ആണെങ്കിൽ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് വിളിച്ചിട്ട് മറ്റേ രീതിയിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ജീവൻ പോകുന്ന നിലയാ. അപ്പോഴാ അവൻ്റെ ഒരു കിന്നരിക്കൽ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. മറ്റേ വശത്താണെങ്കിൽ അലക്സാണ്ടർ ആ വിച്ച് ബോർഡ് എങ്ങനെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് കൃത്യമായി ക്രിസ്റ്റിക്ക് ഓർമ്മയില്ല. അതിനാൽ മനസ്സിലുള്ള ഓർമ്മ വെച്ച് അവൻ വരച്ച് കാണിക്കുമ്പോൾ ആ വരച്ചത് കണ്ട് അലക്സാണ്ടർ അവനോട്, നീ സ്നേഹിക്കുന്ന പെണ്ണ് എമിലി വലിയൊരു പ്രശ്നത്തിലുണ്ട്, അവളെ എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷിക്കണം എന്ന് പറയുകയാണ്. അത്ര വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ 1963കളിൽ ഫ്രാൻസിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പാർട്ടി നടന്നിരുന്നു. എന്നാൽ ആ പാർട്ടിയിലുള്ള ഓരോരുത്തരും പരസ്പരം കുത്തി മരിക്കുകയായിരുന്നു. ആ ഇൻസിഡൻറ്റിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഞാൻ കണ്ടുപിടിച്ച കാര്യം എന്തെന്നാൽ ഈ ഫോട്ടോയിൽ കാണുന്ന നാഗസോത്ത് എന്നൊരു മന്ത്രവാദിനിയാണ്. ഈ മന്ത്രവാദിനിയാണ് ആ ഗ്രാമത്തിലെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി എന്തോ ഒരു കൊടൂര മന്ത്രവാദം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം അവരൊക്കെ മരിച്ചത്. അവൾ എന്തോ പക വീട്ടുകയാ. അതേപോലെ നാഗസോത്ത് എന്ന പേര് അവൾ തന്നെ വെച്ചതാണ്. അവളുടെ ഒറിജിനൽ പേര് അമലി എന്നായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൾ ആ ഗ്രാമത്തിലേക്ക് ഏൽപ്പിച്ച ശാപം ഉണ്ടല്ലോ, ആ ശാപം നിങ്ങളുടെ കയ്യിലുള്ള വിച്ച് ബോർഡ് വഴിയാണ് നൽകിയത് എന്നൊക്കെ അലക്സാണ്ടർ പറയുമ്പോൾ ക്രിസ്റ്റി ആണെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നതേ ഇല്ല. നീ എന്ത് ബഗഡാണ് പറയുന്നത്, വെറും കെട്ടുകഥകളല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ബായ്, ഞാൻ പറയുന്നതൊന്നും കെട്ടുകഥകളല്ല. നീ ആ ഫോട്ടോ നോക്ക്, അത് ആ ഗ്രാമത്തിലെ തലവനായിരുന്നു. എൻ്റെ മുത്തശ്ശനായിട്ട് വരും. അവരുടെ കീഴിൽ വന്നവനാണ് ഞാൻ. നമ്മൾ കണ്ടുമുട്ടാൻ ഇടയായത് ഒരു വിധിയാണ്, നല്ലതിനു വേണ്ടിയാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നിന്റെ എമിലിയെ എനിക്ക് പരിചയപ്പെടുത്തിത്താ, എന്നാൽ മാത്രമേ അവളെ എനിക്ക് രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇല്ല, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നു, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരു കൂസലുമില്ലാതെ അവിടുന്ന് പോവുകയാണ്. നേരെ വീട്ടിലെത്തിയപ്പോൾ നോക്കിയാൽ വിച്ച് ബോർഡിൻ്റെ മേലെ ആ ചെയിൻ തനിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയാ ആടുന്നേ, എന്താ നീ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ എമിലി ഇപ്പോൾ ഭയങ്കര റൊമാൻറ്റിക്കായി സംസാരിക്കാൻ തുടങ്ങി. അവളുടെ സംസാരവും നോക്കുന്ന നോട്ടവും എല്ലാം വേറെ രീതിയിലാണ്. അതേപോലെ ക്രിസ്റ്റി അവൻ്റെ എക്സിനെ കൂട്ടി അവിടെ പോയ കാര്യം വരെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അവന് എമിലി ആ വിച്ച് ബോർഡ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയതാണെന്ന് മനസ്സിലാകുന്നത്. അതേപോലെ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് കോൾ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്തു എന്നൊക്കെ പറയുകയാണ്. ഇനി എന്നെ അവൻ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല, അതുകൊണ്ട് അവനെ നീ എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന് ഞാൻ ആ വിച്ച് ബോർഡിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
വിച്ച് ബോർഡ് അവനെ തീർക്കും എന്ന് പറയുമ്പോൾ നീ എന്താടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ പറയാൻ വരുമ്പോൾ അവൾ അവനെ കിസ് ചെയ്യുകയാണ്. ആ കിസ് അവിടെ കൊണ്ടും അവസാനിച്ചില്ല. പിന്നീട് അവിടെ വലിയൊരു ഡിങ്കോൾഫി തന്നെ നടക്കുന്നു. ഇതേ നേരം എമിലിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടെറസിൽ കയറിയിരുന്ന് വെള്ളമടിക്കുന്നത് കാണാം. പെട്ടെന്ന് മന്ത്രവാദിയുടെ പൂച്ച അവൻ്റെ നേർക്ക് ചാടി അവൻ്റെ കണ്ണിലേക്ക് മാന്തി കണ്ണ് ചുഴുന്നെടുക്കുകയാണ്. വേദനിച്ച് കിളിപ്പോയ പോലെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം ആ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് താഴേക്ക് ഒരൊറ്റ വീഴ്ച. താഴെയുള്ള ഒരു ശില്പത്തിൻ്റെ കത്തിയിൽ തറച്ചു വീണ് അവൻ അങ്ങനെ മരിച്ചു പോവുകയും ചെയ്തു. ഇതേ നേരം ക്രിസ്റ്റിയും എമിലിയും ഡിങ്കോൾഫി ചെയ്യുമ്പോൾ റൂമിലുള്ള ലൈറ്റൊക്കെ ഭയങ്കരമായി കത്താൻ തുടങ്ങി. അന്നേരം അവളുടെ മുഖമൊക്കെ മാറാൻ തുടങ്ങി. അതും ആ നാഗസോത്തിൻ്റെ മുഖമായി മാറുകയാണ്. അങ്ങനെ കൊടൂരമായി അവനുമായി ഡിങ്കോൾഫിയിൽ ഏർപ്പെട്ട് അവന് സഹിക്കാൻ വയ്യാതെ ഞെട്ടി എഴുന്നേറ്റ് ഒരൊറ്റ ചോദ്യം, എന്തു പറ്റിയടി, എന്താ ഇത്ര ആർത്തി കാണിക്കുന്നേ? എന്നാൽ മന്ത്രവാദിനിയുടെ ആത്മാവ് അവളുടെ ശരീരത്തിൽ നിന്ന് പോയപ്പോൾ അവൾക്ക് എന്താ സംഭവിച്ചത് എന്ന് പോലും അറിയില്ല. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുകയാണ്. അന്നേരം ക്രിസ്റ്റി അവളെ കെട്ടിപ്പിടിച്ച് സാരമില്ല, എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ക്രിസ്റ്റി അലക്സാണ്ടറിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അലക്സാണ്ടർ വീട്ടിലെത്തി ഇനി മുതൽ നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരു ചടങ്ങ് ചെയ്താൽ ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ നിനക്ക് പുറത്തു കടക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആദ്യം വീട്ടിലുള്ള TV റേഡിയോ അതൊക്കെ ഓഫ് ചെയ്യുക എന്ന് പറയുകയും അതിനുശേഷം വിച്ച് ബോർഡ് നടുവിൽ വെച്ച് ചുറ്റിലും മെഴുകുതിരി കത്തിച്ചു വെച്ച് ഇപ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് പോകാൻ പോവുകയാണ്, കഴിഞ്ഞ കാലത്തിലേക്ക് പോകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിച്ച് ബോർഡിൻ്റെ മേലെ ചെയിൻ കറക്കുകയാണ്. ഇതേ നേരം ഫ്ലാഷ് ബാക്കിൽ വർഷങ്ങൾക്ക് മുൻപ് നാഗസോത്തിനെ അടിച്ചു കൊല്ലാൻ നോക്കിയിരുന്നില്ലേ? എന്നാൽ ആ അടിയിൽ നാഗസോത്ത് മരിച്ചിരുന്നില്ല. അവളെ തലവൻ സെല്ലിൽ അടച്ചിരുന്നു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് പോയി അവളുടെ മുൻപിൽ വിച്ച് ബോർഡ് വെച്ചിട്ട്, എനിക്കറിയാം ഈ വിച്ച് ബോർഡ് നിന്റെ ഒരു ശക്തിയാണ്, എന്നാൽ ഇത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല, അത് എനിക്ക് അറിയണം, മര്യാദയ്ക്ക് അത് ചെയ്ത് കാണിക്ക്. അന്നേരം നാഗസോത്ത് വിച്ച് ബോർഡ് എടുത്ത് അതിൻ്റെ നടുവിലുള്ള കണ്ണ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ആ ചെയിൻ എടുത്ത് ആ ബോർഡിന് മേലെ തൂക്കി കാണിക്കുമ്പോൾ ആ ചെയിനിലുള്ള വിരൽ കണ്ട് ഇതാരുടെ വിരലാണ് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ വിരൽ തന്നെയാണ് എന്ന് പറഞ്ഞ് അവളുടെ ആ വെട്ടിയെടുത്ത വിരലുള്ള ഭാഗം കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക് എന്ന് മുന്നോട്ട് വന്നാൽ അന്ന് എങ്ങനെയാണോ ചെയിൻ മേലെ പിടിച്ച് നിന്നതോ അതേപോലെ ഇപ്പോൾ അലക്സാണ്ടറും വിച്ച് ബോർഡിൻ്റെ മേലെ ചെയിൻ പിടിച്ച് നിൽക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ നിൽക്കുന്ന അതേ സമയത്താണ് ഇപ്പോൾ ഇവിടെയും അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെയുള്ള തിങ്സ് ഒക്കെ താഴെ വീണ് ഉടയാൻ തുടങ്ങി. അതേപോലെ പാസ്റ്റിലും അവിടെയും അതേപോലെ പാത്രമൊക്കെ അനങ്ങാൻ തുടങ്ങി. പ്രസന്റിൽ മേലെയുള്ള ലൈറ്റ്സ് ഒക്കെ കുലുങ്ങാൻ തുടങ്ങി. അത് കണ്ട ക്രിസ്റ്റീവ് വേണ്ട നിർത്ത് എന്ന് പറയുമ്പോൾ ഇല്ല, പകുതിക്ക് വെച്ച് നിർത്താൻ പാടില്ല, അത് വലിയൊരു ആപത്തായി മാറും, ഇത് കംപ്ലീറ്റ് ചെയ്തേ ആവണം എന്ന് പറഞ്ഞിട്ട് മന്ത്രവാർത്തകൾ ഒക്കെ പറയാൻ തുടങ്ങി. Hey, what's going on with the making? അങ്ങനെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് ആ ചടങ്ങ് കംപ്ലീറ്റ് ആയപ്പോൾ പാസ്റ്റിൽ ആണെങ്കിൽ ആ മന്ത്രവാദിനി നാഗസോത്ത് അവിടെ മയങ്ങി വീഴുന്നു. ഇവിടെയാണെങ്കിൽ എമിലിയുടെ കണ്ണ് വെളുത്ത നിറത്തിലായി മാറി പ്രേതം കയറിയ പോലെ അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് നോർമലായി. അതിനുശേഷം അവളുടെ മുഖം അവൾ തന്നെ തൊട്ടു നോക്കിയിട്ട് ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുകയാണ്. അത് കേട്ട് നീ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ അത് ഫ്രഞ്ച് ഭാഷയിൽ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞതാ. ഓ, ഫ്രഞ്ച് ഭാഷയോ, അതൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലത്തെ മന്ത്രവാദിനി നാഗസോത്ത് ഇപ്പോൾ എമിലിയുടെ ശരീരത്തിലേക്കും എമിലിയുടെ ആത്മാവ് പഴയ കാലത്തെ നാഗസോത്തിൻ്റെ ആ കാലത്തേക്ക് നാഗസോത്തിൻ്റെ ശരീരത്തിലേക്കും കൂടുവിട്ട് കൂടുമാറുകയും ചെയ്തു. ഇപ്പോൾ എമിലി നോർമലായത് കണ്ട് ഞാൻ വന്ന കാര്യം ചെയ്തു തീർത്തിട്ടുണ്ട്, ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എമിലി ആണെങ്കിൽ അവൾ ഇപ്പോൾ നാഗസോത്താണ്. അവൾ വിച്ച് ബോർഡ് എടുത്തു വന്ന് ഇത് ഇനി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അതേപോലെ നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചതിന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം, ഒരു പാർട്ടി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്, അതിന് നിങ്ങൾ എന്തായാലും വരണം എന്ന് പറയുകയാണ്. എന്നാൽ എമിലിയുടെ ആ പെരുമാറ്റം കണ്ട് ക്രിസ്റ്റിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വരികയാണ്. എന്നാൽ എന്താണെന്ന് കൃത്യമായി അവന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാകും മന്ത്രവാദിനി നാഗസോത്ത് ഈ കാലഘട്ടത്തിലാണ് ഉള്ളത്, അതേപോലെ എമിലി ആണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലും. അതിനാൽ ഇപ്പോൾ എമിലിയുടെ ആത്മാവ് നാഗസോത്ത് ഉണ്ടായിരുന്ന ആ തടവറയിൽ ഉണരുകയാണ്. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇതേതാ സ്ഥലം, ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ അവളുടെ കൈവിരൽ കാണുമ്പോൾ വെള്ളത്തിൽ അവളുടെ മുഖച്ഛായ കാണുമ്പോഴും അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് താൻ നാഗസോത്ത് എന്ന മന്ത്രവാദിനിയുടെ ശരീരത്തിലാണ് ഉള്ളതെന്ന്. അവൾ അവിടെ വെപ്രാളപ്പെട്ട് അലറുമ്പോൾ അവിടേക്ക്
അവിടേക്ക് തലവൻ വന്നിട്ട്, ഏയ് മന്ത്രവാദിനി, നീ എന്താ എന്നെ കബളിപ്പിക്കാൻ നോക്കുകയാണോ? നിന്റെ കളികൾ ഇനി കുറെ നാളത്തേക്ക് നീണ്ടുപോകില്ല. വളരെ പെട്ടെന്ന് നിനക്ക് ഞാൻ ഒരു മരണശിക്ഷ തരും. കൊടൂരമായ നിന്നെ ഞാൻ കൊല്ലുകയുള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അത് കേട്ട എമിലിക്ക് എന്ത്, എന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന് പേടിച്ച് വിറച്ച് കരയുകയാണ്. ഇപ്പോൾ പ്രസന്റിൽ എമിലിയുടെ ശരീരത്തിലുള്ള നാഗസോത്ത് ഒരു കൊടൂരമായ കാര്യം ചെയ്യാൻ പോവുകയാണ്. എന്തെന്നാൽ തുടക്കത്തിൽ കൊല്ലപ്പെട്ട കള്ളൻ ഉണ്ടല്ലോ, അവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ ചുറ്റിലും ചുവന്ന കളറിലുള്ള മഷ്റൂം മുളച്ചിട്ടുണ്ട്. അതൊക്കെ കളക്ട് ചെയ്ത് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് കണ്ട ഒരു വർക്കർ ലേഡി, ഇതിൻ്റെ മണം തന്നെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്തൊരു സ്വാദാണ് ഇത്, എവിടുന്നാ കണ്ടുപിടിച്ചത്? എന്തായാലും നമ്മൾ ഇന്ന് നല്ലൊരു ഡിഷ് ഉണ്ടാക്കാം എന്ന് വർക്കർ പറയുകയാണ്. അങ്ങനെ മെല്ലെ മെല്ലെ സമയം കടന്നു പോകവേ നാട്ടിലുള്ള പണക്കാരൊക്കെ നല്ല ഫുഡ് കഴിക്കാൻ ആ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. ഇപ്പോൾ ക്രിസ്റ്റിക്ക് എമിലിയുടെ രൂപം കാണുമ്പോൾ ഒരു സംശയം, സാധാരണ മന്ത്രവാദിനികൾ ഒക്കെയല്ലേ മറ്റുള്ളവരെ മയക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചു വരുന്നത്? സോ അതേപോലെയാണ് ഇപ്പോൾ എമിലിയും ഡ്രസ്സ് ധരിച്ചു വന്നിരിക്കുന്നത്. ഇവൾ ഇങ്ങനെ ഒന്നും ഡ്രസ്സ് ധരിക്കാറില്ലല്ലോ എന്ന രീതിയിൽ ക്രിസ്റ്റി നോക്കി നിൽക്കുകയാണ്. അതേപോലെ കിച്ചണിൽ റെഡിയാക്കി വെച്ചിരുന്ന മഷ്റൂം സ്പെഷ്യൽ ഡിഷ് എല്ലാവർക്കും റെഡിയാക്കി വെക്കാൻ തുടങ്ങി. അന്നേരം അലക്സാണ്ടർ എമിലിയുടെ അടുത്ത് പോയിട്ട് ഫ്രഞ്ച് ഭാഷയിൽ, എടി നീ അവരെയെല്ലാം നോക്ക്, ഇവരൊക്കെ നിന്നെ എത്രത്തോളം അപമാനിച്ചിട്ടുണ്ട്, കല്ലുകൊണ്ട് നിന്നെ എറിഞ്ഞു ഓടിച്ചതല്ലേ, അതൊക്കെ നീ ഓർത്തു നോക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എമിലിയുടെ ശരീരത്തിലുള്ള നാഗസോത്തിൻ്റെ ആത്മാവിന് കഴിഞ്ഞ കാലത്ത് നടന്ന അവളെ ജനങ്ങൾ ദ്രോഹിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരികയാണ്. അതിനാൽ ഇവിടെയുള്ളവരൊക്കെ മരിക്കണം, കൊടൂരമായി മരിക്കണം എന്ന് പറഞ്ഞ് അവൾ കൊണ്ടുവന്ന ആ ഡിഷ് എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. അത് ഓരോരുത്തരായും കഴിക്കാൻ തുടങ്ങി. എന്നാൽ അത് അലക്സാണ്ടർ കഴിച്ചില്ല. അതേപോലെ ക്രിസ്റ്റിയുടെ എക്സ് ഉണ്ടല്ലോ, അവളെയും കഴിക്കാൻ സമ്മതിച്ചില്ല. കാരണം ആ എക്സ് ഇപ്പോഴത്തെ ക്രിസ്റ്റിയുടെ ഗേൾ ഫ്രണ്ടാണ്. അവിടെയുള്ളവരൊക്കെ മൂക്കുമുട്ടെ അത് കഴിക്കാൻ തുടങ്ങി. അതേപോലെ കിച്ചണിലുള്ള വർക്കർ ലേഡി ഉണ്ടല്ലോ, അവളും അത് കഴിച്ചതിനാൽ അവൾക്ക് എന്തൊക്കെയോ തല കറങ്ങുന്ന പോലെ ഫീൽ ആവാൻ തുടങ്ങി. എന്തു പറ്റിയടി നിനക്ക് എന്ന് ക്രിസ്റ്റി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണിന് ക്രിസ്റ്റിയെ വ്യത്യസ്തമായ രൂപത്തിൽ കാണുകയാണ്. So funny. Calm down. Okay. Sierra. അതിനാൽ എൻ്റെ അടുത്ത് വരല്ലേ, ഞാൻ കത്തികൊണ്ട് കുത്തും എന്ന് പറഞ്ഞ് ഭയന്ന് നിൽക്കുമ്പോൾ മറ്റേ വശത്ത് ഓരോരുത്തരും കയ്യിൽ കത്തിയെടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താൻ തുടങ്ങി. അന്നേരം എക്സിനെ കുത്താൻ ഒരുത്തൻ വരുമ്പോൾ പെട്ടെന്ന് അലക്സാണ്ടർ കത്തിയെടുത്ത് അവനെ കുത്തി എക്സിനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് അവൻ എമിലിയെ കൂട്ടി അവിടുന്ന് പോവുകയാണ്. അത് കണ്ട ക്രിസ്റ്റി, എടാ എൻ്റെ പെണ്ണിനെ നീ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടു പോകുന്നേ എന്ന് പറഞ്ഞ് പുറകെ പോയപ്പോൾ അവിടെ ഒരു മൊട്ടപ്പയ്യനുണ്ട്. അവൻ ക്രിസ്റ്റിയെ കുത്താനായി വരികയാണ്. അത് കണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ക്രിസ്റ്റി ഒരു കത്തിയെടുത്ത് അവന് ഒരൊറ്റ കുത്ത്. അന്നേരം കൃത്യസമയത്ത് അവിടെ പോലീസ് എത്തുകയും അവിടെ നടന്ന കൊലകൾക്കൊക്കെ കാരണം ക്രിസ്റ്റിയാണെന്ന് പോലീസ് കരുതുന്നു. എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. അന്നേരം അവനാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന ഭാവത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്കുകയാണ്. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ കൃത്യം അവിടേക്ക് അവൻ്റെ എക്സ് എത്തുകയാണ്. എക്സ് വന്ന് അവനെ രക്ഷിക്കും എന്ന് നോക്കിയാൽ അങ്ങനെയല്ല, അവനെ കൂട്ടി നേരെ കൊണ്ടുപോകുന്നത് അലക്സാണ്ടറിൻ്റെ വീട്ടിലേക്കാണ്. നീ എന്താടി ചെയ്യുന്നത്, എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മന്ത്രവാദം ഒക്കെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു കാര്യം അലക്സാണ്ടറിന് വേണ്ടി ചെയ്താൽ മാത്രമേ അവൻ മന്ത്രവാദം പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞു എന്ന് എക്സ് പറഞ്ഞ് അവനെയും കൂട്ടി അലക്സാണ്ടറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ്. അവന്റെ ആൾക്കാർ ക്രിസ്റ്റിയെ അടിച്ച് അവിടെ ചെയറിൽ ഇരുത്തുന്നു. അലക്സാണ്ടർ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. അവനോട് എൻ്റെ എമിലിയെ എന്താ ചെയ്തേ, അവൾ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അലക്സാണ്ടർ കൂളായി മദ്യപിച്ചുകൊണ്ട്, എടാ ഇവിടെ നോക്ക്, നീ ദേഷ്യപ്പെട്ടത് കൊണ്ടോ യുദ്ധം ചെയ്തത് കൊണ്ടോ ഒന്നും മാറാൻ പോകുന്നില്ല. പിന്നെ ദേ ആ ഫോട്ടോയിൽ കാണുന്ന നാഗസോത്ത് ഉണ്ടല്ലോ, അവളിപ്പോൾ നിന്റെ എമിലിയുടെ ആത്മാവിനെ പാസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ എന്ന് ആലോചിക്കുകയാണോ? എൻ്റെ മുത്തശ്ശൻ ഉണ്ടല്ലോ, അതായത് ഗ്രാമത്തലവൻ, മന്ത്രവിദ്യകളെക്കുറിച്ചൊക്കെ നന്നായി അറിയാൻ വേണ്ടി നാഗസോത്തിനെ ജയിലിൽ അടച്ചുവെച്ച് മന്ത്രവാദം ഒക്കെ അവളിലൂടെ പഠിക്കാൻ ട്രൈ ചെയ്തിരുന്നു. എന്നാൽ മുത്തശ്ശന് അതിന് സാധിച്ചില്ല. അയാളുടെ പുനർജന്മമായ ഞാൻ എന്താ ചെയ്യുന്നേ എന്നറിയോ? നിന്റെ എമിലിയുടെ ശരീരത്തിലുള്ള നാഗസോത്തിൻ്റെ ആത്മാവിനെ എൻ്റെ അടിമയാക്കാൻ പോവുകയാണ്. ഈ ലോകം മൊത്തം ഞാൻ ഭരിക്കാൻ പോവുകയാ എന്നൊക്കെ പറഞ്ഞ് അലക്സാണ്ടർ ചിരിക്കാൻ തുടങ്ങി. അന്നേരം പാസ്റ്റിൽ ആണെങ്കിൽ നാഗസോത്തിൻ്റെ ശരീരത്തിൽ എമിലിയുടെ ആത്മാവാണ് ഉള്ളത് എന്ന് പോലും അറിയാതെ നാഗസോത്തിനെ അവിടെ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് കെട്ടി നിർത്തി ചുറ്റിലും തീയിട്ട് കത്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ പ്രസന്റിൽ ആണെങ്കിൽ അലക്സാണ്ടർ ആണെങ്കിൽ ക്രിസ്റ്റിയോട് ഒരു
വലിയ ട്വിസ്റ്റ് റിവീൽ ചെയ്യുകയാണ്. എന്തെന്നാൽ എല്ലാം വിധിയാണ് എന്ന് അലക്സാണ്ടർ പറഞ്ഞിരുന്നില്ലേ? അതെന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റി ആ വിച്ച് ബോർഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തിരുന്നില്ലേ? അന്നേരം വിച്ച് ബോർഡ് ഉപയോഗിച്ച ഒരാൾ മരിച്ചു പോയിട്ടുണ്ട് എന്ന് കണ്ടിരുന്നില്ലേ? ആ മരിച്ചു പോയത് അത് മറ്റാരുമല്ല, മന്ത്രവാദിനി നാഗസോത്ത് തന്നെയാണ്. അവൾ മരിക്കുന്നതിന് മുൻപ് അവൾക്കൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയാണ് നമ്മുടെ ക്രിസ്റ്റി. നാഗസോത്ത് മരിച്ചതിനു ശേഷം ക്രിസ്റ്റിയെ പോലീസുകാർ ഓർഫണേജിൽ ആക്കുകയായിരുന്നു. നാഗസോത്ത് മരിക്കുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പുനർജനിക്കുകയും ചെയ്യുന്നു. ഓരോ ജന്മത്തിൽ അവൾക്ക് ഓരോ കുട്ടികൾ ഉണ്ടാകുന്നു. അടുത്ത ജന്മത്തിൽ ഉണ്ടായതാണ് എമിലി. അവളും മന്ത്രവാദിനിയുടെ കുട്ടിയാണ്. അതേപോലെ ഗ്രാമത്തലവനും മരിക്കുന്നുണ്ടെങ്കിലും ഗ്രാമത്തലവനും പുനർജനിക്കുന്നുണ്ട്. ഈ പ്രസന്റിൽ ഗ്രാമത്തലവന്റെ പുനർജന്മമാണ് അലക്സാണ്ടർ. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് മന്ത്രവാദിനിയുടെ വേഷത്തിൽ എമിലി വരികയാണ്. എമിലിയുടെ ശരീരമാണെങ്കിലും അത് നാഗസോത്ത് ആണല്ലോ. അവളെ കണ്ടതും ക്രിസ്റ്റി അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുമ്പോൾ അവളെ എങ്ങനെ വേണമെങ്കിലും വിളിച്ചു കൊണ്ടുപോയിക്കോ, പക്ഷെ അവൾ വരില്ല എന്ന് അലക്സാണ്ടർ പറയുമ്പോൾ ക്രിസ്റ്റി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമ്പോൾ എമിലി അവനെ പോയി കിസ് ചെയ്യുകയാണ്. അങ്ങനെ കിസ് ചെയ്യുമ്പോൾ അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. അതിൽ ക്രിസ്റ്റിയും എമിലിയും ഒരുമിച്ചുണ്ടായ ഡിങ്കോൾഫി കാര്യങ്ങളും അതിനുശേഷം ഇപ്പോൾ പാസ്റ്റിൽ എമിലി തീയിൽ കത്തി മരിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇല്യൂഷൻ പോലെ അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അവൾ തീയിൽ കത്തിത്തീരുന്നതിന് മുൻപ് രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് അവിടെയുള്ള എല്ലാവരെയും കുത്തി കുത്തി നിലത്തിട്ട് ശേഷം നാഗസോത്തുള്ള എമിലിയുടെ ശരീരത്തെ കത്തിയുടെ മുൾമുനയിൽ നിർത്തി അടുത്തു വരരുത്, അടുത്തു വന്നാൽ ഇവളെ ഞാൻ കുത്തിക്കൊല്ലും എന്ന് പറയുകയാണ്. അവളെ കുത്തിക്കൊല്ലാനൊന്നും നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് അലക്സാണ്ടർ പറയുമ്പോൾ എനിക്ക് കഴിയും, എൻ്റെ എമിലിയെ രക്ഷിക്കാൻ ഞാൻ ഏത് മാർഗവും സ്വീകരിക്കും എന്ന് പറയുകയാണ്. ഇപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. ആക്ച്വലി മന്ത്രവാദിനിയായ നാഗസോത്തിന്റെ എതിരാളി ആരാണ്? ഗ്രാമത്തലവൻ അല്ലേ? ഗ്രാമത്തലവനെ കൊല്ലണം എന്നൊരു പകയോടെ അല്ലേ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തത്? അതുകൊണ്ട് ഗ്രാമത്തലവന്റെ പുനർജന്മമാണ് അലക്സാണ്ടർ. അവനെ കാണുമ്പോൾ ഇപ്പോൾ ഗ്രാമത്തലവനെ പോലെ കാണുകയാണ്. അത് കണ്ടതോടെ എമിലിയുടെ ശരീരത്തിലുള്ള നാഗസോത്ത് കൊലവറിയിൽ കത്തിയെടുത്ത് അലക്സാണ്ടറിനെ കുത്താൻ വേണ്ടി ചാടിയതും അലക്സാണ്ടറിന്റെ കൂടെയുള്ള വൈറ്റ് വിച്ചിൽ ഒരു തീ തടസ്സം നിന്നപ്പോൾ അവളുടെ ശരീരത്തിലേക്ക് ആ കുത്ത് കിട്ടുകയാണ്. അതേപോലെ ബാക്കിയുള്ളവർ ക്രിസ്റ്റിയുടെ നേർക്ക് ആക്രമിച്ചു വരുമ്പോൾ വിച്ച് ബോർഡ് എടുത്ത് അതിലൊരു വൈറ്റ് വിച്ചിന്റെ തലക്കൊരൊറ്റ അടി, എന്നിട്ട് ആ വിച്ച് ബോർഡ് തീയിലേക്ക് വലിച്ചെറിഞ്ഞ് അതങ്ങനെ കത്താൻ തുടങ്ങി. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കെ എമിലിയുടെ ശരീരത്തിലുള്ള നാഗസോത്തിന്റെ ആത്മാവ് പതുക്കെ കത്താൻ തുടങ്ങി. കത്തി ഒടുവിൽ നാഗസോത്തിന്റെ ആത്മാവ് അവളുടെ എമിലിയുടെ ശരീരത്തിൽ നിന്നും കൂടുമാറി നേരെ പാസ്റ്റിലുള്ള നാഗസോത്തിന്റെ അതേ ശരീരത്തിലേക്ക് പോവുകയും നാഗസോത്തിന്റെ ശരീരത്തിലുള്ള എമിലിയുടെ ആത്മാവ് തിരിച്ച് പ്രസന്റിലേക്ക് എമിലിയുടെ ശരീരത്തിലേക്ക് വരികയും ചെയ്തു. പാസ്റ്റിൽ എത്തിയ നാഗസോത്തിന്റെ ആത്മാവ് അവളുടെ ശരീരത്തിൽ തന്നെ ഉണർന്നു നോക്കുമ്പോൾ അവൾക്ക് ചുറ്റിലും തീയിട്ടിട്ടുണ്ട്. ഗ്രാമവാസികളെല്ലാം അവിടെ നോക്കുകയാണ്. എന്നാൽ തീ കൊണ്ടിട്ടും അവൾ മരിച്ചില്ല. അവൾക്ക് ഭയം എന്താണെന്ന് പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞ് കലിപ്പിലായ ഗ്രാമത്തലവൻ കത്തിയെടുത്ത് അവിടെ വെച്ച് തന്നെ ഞാൻ അവളെ തീർക്കും എന്ന് പറഞ്ഞ് വെട്ടാനായി തീയിലേക്ക് ഓടിപ്പോയപ്പോൾ പെട്ടെന്ന് നാഗസോത്ത് ഗ്രാമത്തലവന്റെ കഴുത്ത് പിടിച്ച് പിടിവിടാതെ പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആ തീയിൽ നാഗസോത്തിന്റെ കൂടെ ഗ്രാമത്തലവനും കത്തി ചാമ്പലാവുകയാണ്. അങ്ങനെ നാഗസോത്തിന്റെ ആഗ്രഹം ഇവിടെ സഫലമാവുകയാണ്. ഗ്രാമത്തലവനെ തീർത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് നീതി കിട്ടി. എന്നാൽ ഇപ്പോൾ പ്രസന്റിൽ ആണെങ്കിൽ ആ പോരാട്ടം നടക്കുമ്പോൾ അലക്സാണ്ടർ ആണെങ്കിൽ തോക്കെടുത്ത് ക്രിസ്റ്റിയുടെ ദേഹത്തേക്ക് വെടിവെക്കുകയും ചെയ്തു. അതോടെ ക്രിസ്റ്റി ബോധരഹിതനായി നിലത്ത് വീഴുകയും എമിലി ആണെങ്കിൽ അവിടെയുള്ള തോക്കെടുത്ത് അലക്സാണ്ടറിന്റെ തലക്ക് ഒരൊറ്റ പൊട്ടിക്കൽ. അങ്ങനെ അലക്സാണ്ടർ അവിടെ വെച്ച് കഥം ഹോകയ. ശേഷം ക്രിസ്റ്റിയുടെ അടുത്ത് പോയി നോക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വെടിയേറ്റതിനാൽ അവനും മരിച്ചു പോയിരുന്നു. അതൊക്കെ കണ്ട് എമിലി അലറിക്കരയുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ അവിടേക്ക് പോലീസ് വന്ന് അങ്ങനെ പോലീസ് എല്ലാം ചേർന്ന് എമിലിയെയും അവിടെ മരിച്ചവരെയൊക്കെ തൂക്കിയെടുത്ത് പുറത്ത് കൊണ്ടുപോയപ്പോൾ ശേഷം അലക്സാണ്ടറിന്റെ ബോഡി കവർ മൂടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അലക്സാണ്ടർ കണ്ണു തുറക്കുകയാണ്. അതായത് ഗ്രാമത്തലവന്റെ പുനർജന്മമാണ് അലക്സാണ്ടർ എന്ന് പറഞ്ഞിരുന്നില്ലേ? അതായത് ഗ്രാമത്തലവൻ തന്നെയാണ് അലക്സാണ്ടർ. അതേപോലെ എപ്പോഴൊക്കെ മരിക്കുന്നോ അന്നേരമൊക്കെ വീണ്ടും പുനർജീവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാഗസോത്തും പുനർജനിക്കില്ലേ എന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എക്സ് ആ വിച്ച് ബോർഡ് എടുത്തുകൊണ്ട് പോയി ഒരു ചർച്ചിലെ ഫാദറിന് കൊടുത്തിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഫാദർ ആ ബോർഡിനെ പരിശോധിച്ച് ഇത് ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദി എന്ന് പറയുമ്പോൾ എനിക്ക് നന്ദിയൊന്നും ആവശ്യമില്ല, പകരം കുറച്ച് പണം തന്നാൽ മതി എന്ന് പറയുകയാണ്. പണമോ? ഞങ്ങളുടെ പക്കൽ പണം ഒന്നുമില്ല. അതെയോ? എങ്കിൽ ആ ബോർഡ് തിരിച്ചു താ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട, പകരം ഈ വൈരങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതും എടുത്ത് പുറത്തിറങ്ങുമ്പോൾ അവിടെ എമിലിയെ കാണാം. അവൾ പറഞ്ഞിട്ടാണ് വിച്ച് ബോർഡ് വിൽക്കാൻ വന്നത്. എമിലി കയ്യിലുള്ള
വിച്ച് ബോർഡിൻ്റെ ആ ചെയിൻ നേരെ ഫാദറിന് എറിഞ്ഞു കൊടുത്തിട്ട് ഇത് ഉണ്ടെങ്കിലേ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ഫാദർ ആണെങ്കിൽ ആ ചെയിൻ എടുത്ത് ബോർഡിന് നേരെ പിടിച്ചപ്പോൾ പെട്ടെന്ന് പുറകിലൂടെ ദേ വരുന്നു നാഗസ്വത്ത്. അവളും പുനർജീവിച്ചിട്ടുണ്ട് എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു.